ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധയമ്മയോടും വിശുദ്ധ യോസേപ്പിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 853 നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത്, മനുഷ്യാവതാരം ചെയ്തത്, പീഡകൾ സഹിച്ചത്, കുരിശിൽ മരിച്ചത് എല്ലാം നമുക്ക് വേണ്ടിയായിരുന്നു. തിരുസഭ സ്ഥാപിച്ചതും സഹനങ്ങൾ ഏറ്റെടുത്തതും ജീവിതത്തിന്റെ ഓരോ വേദനകളിലൂടെ കടന്നുപോയതും ഒക്കെ നമുക്ക് വേണ്ടിയായിരുന്നു എന്ന് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പിൽ നിന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈശോ കൊടുക്കുന്ന സന്ദേശം അതാണ്. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറയുകയാണ്, ഇതെല്ലാം നിനക്ക് വേണ്ടിയിട്ടായിരുന്നു. ഓരോ മനുഷ്യാത്മാവിന് വേണ്ടിയിട്ടുമാണ് ഈശോ ഇത്രയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയത്. അതുകൊണ്ട് നമുക്ക് എന്താണ് ദൈവത്തിന്റെ എൻ്റെ മേലുള്ള പരിഗണന എന്ന് ചോദിച്ചാൽ, രക്ഷാകര ചരിത്രം മുഴുവൻ എൻ്റെ മേലുള്ള പരിഗണനയാണ്. ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ മുഴുവൻ സഹന വഴികളെല്ലാം എന്നോട് ദൈവം കാണിക്കുന്ന പരിഗണനയാണ്. എൻ്റെ ജീവിതം കൊണ്ട് എനിക്കത് മറുപടി കൊടുക്കേണ്ടതുണ്ട്. എൻ്റെ ദൈവം അവൻ്റെ ജീവിതം കൊണ്ട്, ദൈവത്തിൻ്റെ ജീവിതം കൊണ്ട്, ദൈവം ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിച്ചതിനാൽ എൻ്റെ ജീവിതം കൊണ്ട് ആ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ദൈവസ്നേഹത്തിനായിട്ട് സമർപ്പിക്കുക. വിശുദ്ധ കൊച്ചുറേസ്യയും വിശുദ്ധ ഫൗസ്റ്റീനാമയും ഒക്കെ ദൈവത്തിൻ്റെ കരുണയുടെയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ബലിവസ്തുവായി സമർപ്പിച്ചതുപോലെ, കർത്താവെ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ മറുപടിയായിട്ട് എൻ്റെ ജീവിതത്തെ ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.